सचेत हो और जागते रहो, क्योंकि तुम्हारा विरोधी शैतान गरजने वाले सिंह के समान इस खोज में रहता है कि किसको फाड़ खाए। विश्वास में दृढ़ होकर और ये जानकर उसका सामना करो कि तुम्हारे भाई जो संसार में हैं ऐसे ही दुख सह रहे हैं। നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. प्रभु के नाम की तारीफ हो. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर का वचन हम कहानीकार के नहीं लेना, परमेश्वर दी मनसा के बारे हम जान लेना चाहिए. ദൈവത്തിന്റെ വചനം കഥകളെ പോലെ നാം കേൾക്കുകയല്ല, ദൈവത്തിന്റെ ആലോചനയായി അവന്റെ മനസ്സായി അത് നാം ഗ്രഹിക്കണം. प्रभु का वचन हमारे पांव के लिए दीपक, हमारे मार्गों के लिए उजाला है. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു. प्रभु का वचन हमारे सामने दर्पण के समान है. ദൈവത്തിന്റെ വചനം നമ്മുടെ മുൻപാകെ കണ്ണാടിക്ക് തുല്യമായിരിക്കുന്നു. यहाँ जो हम वचन पढ़ चुके हैं 2000 साल पहला ये पत्री लिखी गई. നാം ഇവിടെ വായിച്ചതായ വചനങ്ങൾ 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെടുകയുണ്ടായി. उस समय संत पत्रस ने जब ये पत्री लिखी या അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുകയുണ്ടായി. उस समय विश्वासी चाहे कलीसिया को ये बात कही गई थी, तुम सचेत रहो और जागते रहो. ആ സമയം സഭയോട് അവൻ അറിയിച്ചത്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. उस समय ये बात कही गई या तुम्हारा विरोधी शैतान ये खोज में आ मैं किसको फाड़ खाऊं. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് അലഞ്ഞ് ചുറ്റിത്തിരിയുന്നു. ये बात वो उनको कही गई थी जो प्रभु यीशु मसीह दी आमद दी उम्मीद में आशा में बढ़ रहे थे. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നതായ ജനത്തോട് ഇത് അറിയിക്കുകയുണ്ടായി. ये बात उनको कही गई थी जो नया जीवन प्राप्त कर चुके थे. പുതിയ ജീവനെ പ്രാപിച്ചതായ ജനങ്ങളോട് ഇത് അറിയിച്ചു. चाहे उनको ही ये बात कही गई थी जो संसार से अलग होके ലദ്ഗി में जीवन गुजार रहे थे. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരായി ഒരു വേർപാടിന്റേതായ ജീവിതം നയിക്കുന്നതായ ജനത്തോട് ഇത് അറിയിക്കുകയുണ്ടായി. लेकिन 2000 साल पहला ये पत्री लिखी गई या 2000 വർഷങ്ങൾക്ക് മുൻപായി ഈ ലേഖനം എഴുതപ്പെട്ടു. आज वर्तमान समय में अंत के दिनों में ही ये वचन के द्वारा खुदा हमारे साथ बात कर रहे हैं. ഈ അന്ത്യസമയത്തും ഈ അവസാന നാളുകളിലും ഈ വചനത്തോടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. अगर आप जानते हो 2000 साल पहला शैतान ये खोज में था मैं किसको फाड़ खाऊं. ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ പിശാചതിനായി ഒരുങ്ങി കാണപ്പെട്ടു എങ്കിൽ अभी अंत के दिनों में वो बहुत ही ये बात के लिए परेशान होगा मैं किसको फाड़ खाऊं. ആരെ ഞാൻ വിഴുങ്ങേണ്ടു എന്ന് ഓർത്ത് ഈ അവസാന നാളുകളിൽ അവൻ ഏറ്റവും പരിശ്രമിക്കുന്നവനായിരിക്കും. यदि हम अंत के दिनों में आए थे क्या साल के अंत में आए थे ये बात के बारे जान लेना चाहिए. अगर 2000 साल पहला ये बात के बारे शैतान खोज कर रहा था मैं किसको फाड़ खाऊं, आज अंत के दिनों में उससे ज्यादा क्यों ना परेशान होगा. 2000 വർഷങ്ങൾക്ക് മുൻപായി ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് പിശാച് അലറി ചുറ്റിത്തിരിഞ്ഞ് നടന്നുവെങ്കിൽ ഈ അവസാന നാളുകളിലായി അവൻ എത്രയധികമായി അതിനായി പരിശ്രമിക്കുന്നു അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. यहाँ कहा गया सचेत रहो, നാം നിർമ്മതരായിരിപ്പീൻ എന്ന് പറയുന്നു. यहाँ कहा गया जागते रहो. നാം ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നു. हमारे जीवन के दो बात के बारे कहा गया. ഇത് നമ്മുടെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. अगर मसीह की आमद के अन पूरे हो रहे या हम बड़े सचेत रह के जीवन गुजारना चाहिए. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി നാം ഒരുങ്ങി കാണപ്പെടുന്നുവെങ്കിൽ വളരെയധികമായി നാം നിർമ്മതരായിരിക്കണം. चाहे हम अंत के समय में आगे हम बड़े सचेत रह के जीवन गुजारना चाहिए. നാം അവസാന നാളുകളിൽ എത്തിയിരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധയോടെ ജീവിതം നയിക്കുന്നവരായിരിക്കണം. दो बात के बारे जहाँ जोर लगाया गया सचेत रहो और जागते रहो. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. ഒന്ന് നിർമ്മതരായിരിപ്പീൻ, മറ്റൊന്ന് നാം ഉണർന്നിരിപ്പീൻ. जाग के रहने का अर्थ यही है प्रभु की हुजूरी में प्रार्थना का जीवन के बारे कहा गया. നാം ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കുക. जाग के रहने का अर्थ यही है प्रभु की हुजूरी में प्रभु का आमद के बारे बार जो तेराने के बारे कहा गया. ദൈവത്തിന്റെ വരവിനായി നാം ഒരുങ്ങി അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനെ ഉണർന്നിരിക്കുന്നത് വെളിപ്പെടുത്തുന്നു. चारों ओर देख रहे हैं, दाएं बाएं देख रहे हैं, मसीह दी आमद हर एक जन पूरे हो रहे हैं. നാം ചുറ്റുപാടുകളുമായി ദർശിച്ചാൽ നാലുപാടുകളുമായി നാം ദർശിക്കും.
വിശ്വസിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു വരുന്നതായി കാണുന്നു. जितना मसीह की आमद दे दिन निकटा रहा उतना ही शैतान मारे बारे परेशान है. എത്രയധികമായി യേശുവിന്റെ വരവ് അടുത്തു വരുന്നുവോ അത്രയധികമായി പിശാച് നമ്മെ ഓർത്ത് വിഷമമുള്ളവനായി കാണപ്പെടുന്നു. जो लोग खुदा के प्रेम में धार्मिकता में क्या है यीशु की आमद की आशा में बढ़ रहे हैं उनके बारे शैतान बहुत ही परेशान है. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങി നീതിയിലും വിശുദ്ധിയിലും മുൻപോട്ട് പോകുന്നതായി ജനങ്ങളെ ഓർത്ത് പിശാച് വളരെ വിഷമമുള്ളവനാകുന്നു. वर्तमान समय में हम कई अजमाइशों के बीच में जा रहे होंगे. നാം ഇപ്പോൾ ഉള്ളതായ കാലങ്ങളിൽ വിവിധങ്ങളായ പരിശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. वर्तमान समय में हम बहुत सारे क्लेशों का सामना कर रहे होंगे. നാം ഈ സമയങ്ങളിലായി അനേകവിധമായ ക്ലേശങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. हम अपने अजमाइशों को क्लेशों को देख के परेशान नहीं होना. हमारा जिंदा खुदा हमारे साथ है. നമ്മുടെ പരിശ്രമങ്ങളെയും നമ്മുടെ അധ്വാനങ്ങളെയും ഓർത്ത് നാം പ്രയാസപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. हम अपनी अजमाइशों परेशानियों को देख के बेकल नहीं होना. यहूदा गोत्र का बबर शेर प्रभु यीशु मसीह हमारे साथ है. നമ്മുടെ പരിശോധനകളെയും പ്രയാസങ്ങളെയും നാം നമ്മുടെ വിഷമിക്കേണ്ടതായ ആവശ്യമില്ല. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവനായ യേശു നമ്മോട് കൂടെയുണ്ട്. अगर प्रभु यीशु मसीह यहूदा गोत्र का बबर शेर है फिर हमें दाएं बाएं देख के अपनी अजमाइशों को देख के बेकल नहीं होना, परेशान नहीं होना. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവനായ യേശു നമ്മോട് കൂടെയുണ്ട് എങ്കിൽ നമ്മുടെ ഇടവും വലവുമായി നോക്കി നാം പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. अगर जो साधारण तौर पर मसीह जीवन गुजारना चाहते हैं शैतान उनकी खोज में नहीं है, उनके बारे परेशान नहीं है. ഒരു സാധാരണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് പിശാചിന് യാതൊരുവിധമായ പ്രയാസവുമില്ല. അവരുടെ പിന്നാലെ അവൻ പോകുന്നതുമില്ല. यदि जो ठंडी हालत में रह के जीवन गुजार रहे हैं शैतान उनके बारे कोई भी परेशान नहीं है. തണുത്തതായ അനുഭവങ്ങൾ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്തും പിശാചിന് യാതൊരു പ്രയാസവുമില്ല. अगर आप खुदा के प्रेम में धार्मिकता में यीशु की आमद की आशा में बढ़ रहे हो आपके बारे ही शैतान परेशान है. मैं किसनु फाड़ कहूं. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലും നീതിയിലും വളർന്നു വരുന്നവരായി അവന്റെ വരവിനായി നിങ്ങൾ ഒരുങ്ങി കാണപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ എങ്ങനെ വിഴുങ്ങണമെന്നോർത്ത് പിശാച് വളരെ വിഷമമുള്ളവനായിരിക്കുന്നു. आज हम देख रहे हैं हमारे मसीह लोग बहुत सारी अजमाइशों परेशानियों के बीच में जा रहे हैं. ഇന്ന് ക്രിസ്തീയ ജനങ്ങളായിരിക്കുന്നവർ തന്നെയും അനേകവിധമായ പരിശോധനകൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. आज हम देख रहे हैं बहुत सारे रूहानी लोग बहुत से अजमाइशों का सामना करके जा रहे हैं. ഇന്ന് അനേക വിശുദ്ധന്മാരായിരിക്കുന്നവർ തന്നെയും അനേക പരിശോധനകളിലൂടെ കടന്നു പോകുന്നത് നാം കാണുന്നു. अगर आपने नवा जीवन प्राप्त किया आप मसीह की आमद की आशा में बढ़ते जा रहे हो आपके बारे ही शैतान परेशान है. मैं किसनु फाड़ कहूं क्या किसको मैं मसीह के प्रेम से जुदा करूं. നിങ്ങൾ പുതിയ ജനനത്തെ പ്രാപിച്ചവരായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങി മുന്നേറിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിൽ എങ്ങനെ നിങ്ങളെ വിഴുങ്ങേണ്ടു എന്നോർത്ത് പിശാച് അതിനായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. लिखा तुम सचेत रहो. നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ എന്ന് പറയുന്നു. हम सचेत रहना चाहिए. നാം നിർമ്മതരായിരിക്കണം. सचेत रहने का अर्थ यही है हमारा हृदय जो है अधीनगी के साथ रहना चाहिए. നാം നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം അതിനായി ഒരുങ്ങുന്നവരായി കാണപ്പെടണം. सचेत रहने का अर्थ यही है हम अपने से दूसरे को ही बेहतर जानना चाहिए. നാം മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുക അതാകുന്നു നിർമ്മതരായിരിക്കുക എന്ന് പറയുന്നത്. यदि हम अपने से दूसरे को बेहतर जानेंगे उस समय हमारे हृदय में हम सचेत रहेंगे. നാം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം നിർമ്മതരായി കാണപ്പെടും. फिलिपियां 2:3 वचन पढ़िए. फिलिपियां 2:3. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമുള്ള മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. हिंदी में पढ़िए. विरोध या झूठी बढ़ाई के लिए कुछ न करो पर दीनता से एक दूसरे को अपने से अच्छा समझो. दीनता से एक दूसरे को अपने से बेहतर जानो चाहे बेहतर समझो. താഴ്മയോടെ ഒരുത്തൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവീൻ. हम क्या करना चाहिए. നാം എന്ത് ചെയ്യണം? यहाँ कहा गया दीनता से एक दूसरे को अपने से बेहतर समझो चाहे बेहतर जानो. താഴ്മയോടെ ഒരുത്തൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവീൻ എന്ന് പറയുന്നു. दीनता से कहा गया वही हमारा सचेत हृदय के बारे कहा गया. താഴ്മയോടെ എന്ന് പറയുന്നത് നമ്മുടെ നേരെയുള്ളതായ ഹൃദയത്തെ കാണിക്കുന്നു.
दीनता से हम एक दूसरे का आदर करना चाहिए। താഴ്മയോടെ നാം മറ്റൊരുത്തനെ മാനിക്കുന്നവനായി ആദരിക്കുന്നവരായി കാണപ്പെടണം. दीनता से हम एक दूसरे को प्रेम करना चाहिए। താഴ്മയോടെ നാം മറ്റൊരുവനെ സ്നേഹിക്കുന്നവരായി കാണപ്പെടണം. दीनता से एक दूसरे को माफ करना चाहिए। താഴ്മയോടെ ഒരുവൻ മറ്റൊരുവനോട് ക്ഷമിക്കുന്നവനായിരിക്കണം. दीनता से अपने से दूसरे को ज्यादा ही बेहतर जानना चाहिए। താഴ്മയോടെ ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്നവരായിരിക്കണം. यदि आप अपने सचेत हृदय के बारे जानते हो, आप दीनता से एक दूसरे को अपने से ज्यादा बेहतर जानिए। നമ്മുടെ ഹൃദയം നേരുള്ളതായി നിർമ്മലതയുള്ളതായി കാണപ്പെടണമെങ്കിൽ ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവീൻ. आप जानते हो दीनता के बारे क्या, दीनता के हृदय के बारे कहा गया, वही हमारा सचेत रहने के बारे कहा गया। താഴ്മയുള്ളതായ ഹൃദയമാകുന്നു നാം നിർമ്മതരായിരിക്കുക എന്നുള്ളതിനെ കാണിക്കുന്നത്. हम जितना दीनता से रहेंगे उतना ही खुदा का फजल हम पर आएगा। എത്രയധികമായി നാം താഴ്മയുള്ളവരായിരിക്കുന്നുവോ അത്രയധികമായി ദൈവത്തിന്റെ കൃപയെ നാം പ്രാപിക്കും. हम जितना दीनता से जीवन गुजारेंगे फजल पर फजल पाके हम मसीह की आमदी आशा में बढ़ते जाएंगे। എത്രയധികമായി നാം താഴ്മയുള്ളവരായിരിക്കുന്നുവോ അത്രയധികമായി കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ച് യേശുവിന്റെ വരവിനായി നാം ഒരുങ്ങി കാണപ്പെടും. हम दीनता से रहेंगे, हमारा सचेत मन में हम जयपा के जीवन गुजारते जाएंगे। നാം താഴ്മയോടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ജയാളികളായി കാണപ്പെടും. लेकिन 2000 साल पहला ये बात संत पतरस ने कहा, सचेत रहो, जागते रहो, तुम्हारा विरोधी ये खोज में आ, मैं किसको फाड़ खाऊं। 2000 വർഷങ്ങൾക്ക് മുൻപായി അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് അലഞ്ഞു ചുറ്റിത്തിരിയുന്നു. उस समय भी जो लोग पवित्र आत्मा अभिषेक पाक के जीवन गुजार रहे थे, शैतान उनके विरोध में था। ആ സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മുൻപോട്ട് വന്നതായ ജനങ്ങൾക്ക് വിരോധമായി പിശാച് പ്രവർത്തിക്കുകയായിരുന്നു. उस समय भी जो लोग पश्चाताप करके डुबकी का आत्मा लेके नया जीवन प्राप्त करके जा रहे थे, उनके शैतान विरोध में था। ആ സമയത്ത് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവരായി ജലസ്നാനം സ്വീകരിച്ച് മുൻപോട്ട് വന്നതായ ജനങ്ങൾക്ക് വിരുദ്ധമായി साधारण लोगों के खिलाफ शैतान नहीं है, साधारण लोगों के खिलाफ शैतान नहीं है। സാധാരണ ജനങ്ങൾക്കെതിരായിട്ടല്ല പിശാച് പ്രവർത്തിക്കുന്നത്. अगर आप साधारण ही विश्वास का जीवन गुजारेंगे, आपके खिलाफ शैतान नहीं है। നിങ്ങൾ സാധാരണമായൊരു വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുന്നുവെങ്കിൽ പിശാച് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയില്ല. अगर आपके अंदर बड़ी जलन होगा, मैं देवी चंगाई में विश्वास में खड़े रहना, आपके बारे इस शैतान को बड़ी जलन होगा। എന്നാൽ നിങ്ങൾ വളരെ എരിവുള്ളവരായി ദൈവിക രോഗശാന്തിയിൽ നിലനിൽക്കുന്നവരായി തീരുന്നുവെങ്കിൽ പിശാച് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. अगर आपके हृदय में ऐसी जलन है, मैं क्या जीवन गुजारना है, विरोधी आपके खिलाफ बहुत परेशान होगा। നിങ്ങൾ വളരെ എരിവുള്ളവരായി ഉണർന്നൊരുങ്ങി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പിശാച് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. आप जितना मसीह के प्रेम में बढ़ेंगे उतना ही शैतान आपके विरोध में होगा, क्योंकि बहुत परेशान है, मैं किसको फाड़ खाऊं। നിങ്ങൾ എത്രയധികമായി ദൈവസ്നേഹത്തിൽ മുന്നേറുന്നുവോ അത്രയധികമായി പിശാച് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് അവൻ അലറി ചുറ്റി തിരിയുകയാകുന്നു. आज क्यों आप कई बार बहुत अजमाइशों में खड़े रह के कष्ट उठा रहे हो। നിങ്ങൾ എത്രയധികമായി കഷ്ടങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി എന്തിനായി ജീവിക്കുന്നു. आज कई बार क्यों आप बहुत सारी बीमारियों का सामना कर रहे हो। നിങ്ങൾ എത്രയധികമായ പരിശോധനകളെ നിങ്ങൾ ഈ നാളുകളിൽ അഭിമുഖീകരിക്കുന്നത് എന്തുകൊണ്ട്. आज क्यों संसार में आप देख रहे हो कि बहुत सारे क्लेश जो है आ रहे हैं। ഈ ലോകത്തിലേക്ക് അനേക ക്ലേശങ്ങൾ കഷ്ടങ്ങൾ കടന്നു വരുന്നതായി നിങ്ങൾ ഇന്ന് കാണുന്നത് എന്തുകൊണ്ട്. जितना मसीह की आमद का दिन निकट आ रहा, उतना ही हमारे सामने विरोधी जो है गर्जदा है। എത്രയധികമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് നമ്മോട് അടുത്തു വരുന്നുവോ അത്രയധികമായി നമ്മുടെ വിരോധിയായവൻ നമുക്കെതിരായി പോരാടുന്നു. ये बात के बारे में जान लेना चाहिए, हमारा प्रभु का प्रभु, राजों का राजा, यहूदा का बबर से जो गोत्र हमारे लिए गरजेगा। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ കർത്താധി കർത്താവും രാജാധി രാജാവും യഹൂദാ ഗോത്രത്തിന്റെ സിംഹവുമായവൻ നമുക്കായി നിലനിൽക്കുമെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. लेकिन ज्यादा आप अजमाइशों के बीच में हो, यहोवा सिय्योन से आपके लिए गरजेगा। നിങ്ങളുടെ പരിശോധനകളുടെ മധ്യത്തിൽ അവൻ സിയോനിൽ നിങ്ങൾക്കായി എഴുന്നേൽക്കും. योएल की किताब 3 बाब का 16 वचन पढ़िए। योएल 3 का 16। യോവേൽ 3:16. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെറുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. यहोवा सिय्योन से गरजेगा और यरूशलेम से बड़ा शब्द सुनाएगा और आकाश और पृथ्वी थरथराएंगे, परंतु यहोवा अपनी प्रजा के लिए शरण स्थान और इसराइलियों के लिए गढ़ ठहरेगा। हालेलुया, ഹല്ലേലൂയ.
यहाँ देखो कहा गया यहोवा सिय्योन से ही गरजेगा। യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുമെന്ന് ഇവിടെ പറയുന്നു. मेरा यहूदा का गोत्र का बबर से सिय्योन से ही गरजेगा। യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ അവൻ സിയോനിൽ നിന്ന് ഗർജിക്കും. लेकिन जैसे कहा गया यहोवा सिय्योन से ही हमारे लिए गरजेगा, യഹോവ സിയോനിൽ നമുക്കായി ഗർജിക്കുമെന്ന് നാം വായിക്കുന്നത് പോലെ फिर हम वेकल नहीं होना चाहिए, फिर हम वेकल नहीं होना चाहिए, നാം ആകയാൽ നാം ഭയപ്പെടുന്നവരാ ധൈര്യപ്പെടുന്നവരായി തീരരുത്. फिर हम अपने क्लेशों को देख के परेशान नहीं होना चाहिए, അങ്ങനെയെങ്കിൽ നമ്മുടെ ക്ലേശങ്ങളെ നോക്കി നാം പ്രയാസപ്പെടുന്നവരായി फिर തീരരുത്. हमारे सामने हम अपनी अजमैसों को देख के वेकल नहीं होना चाहिए, നമ്മുടെ മുൻപാകെ കടന്നു വരുന്നതായ പരിശോധനകളെ നോക്കി നാം അധൈര്യപ്പെട്ടു പോകരുത്. हमारा प्रभुओं का प्रभु राजों का राजा सिय्योन से हमारे लिए गरजेगा। നമ്മുടെ കർത്താവായവൻ അവൻ കർത്താധി കർത്താവായി രാജാധി രാജാവായി സിയോനിൽ നിന്ന് നമുക്കായി ഗർജിക്കും. हमारा राजों का राजा प्रभुओं का प्रभु सिय्योन से जब गरजेगा वो हमें जय देवेगा, फतह देवेगा। നമ്മുടെ രാജാധി രാജാവും കർത്താധി കർത്താവുമായവൻ സിയോനിൽ നിന്ന് ഗർജിച്ചാൽ അവൻ നമുക്കായി ജയം തന്ന് നമ്മെ ജയാളികളാക്കി മാറ്റും. बिना साथ का 2000 साल पहला ये बात कही गई है, सचेत रहो, जागते रहो। 2000 വർഷങ്ങൾക്ക് മുൻപായി നിങ്ങൾ ഉണർന്നിരിപ്പീൻ നിർമ്മതരായിരിപ്പീൻ എന്ന് പറയുകയുണ്ടായി. अभी जो हम वर्तमान समय में जा रहे हैं, दो बातों के बारे हम बड़ा सावधान रहना चाहिए। നാം ഈ കാലങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കുന്നവർ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണം. मसीह आमद सामने पूरे हो रहे हैं, हमें जाग के प्रभु का हजूरी में मसीह के प्रेम की आशा में बढ़ते जाना चाहिए। കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ അവന്റെ സന്നിധിയിൽ നാം നിർമ്മതരായി ഉണർന്നവരായി കാണപ്പെടണം. जाके हम प्रभु का हजूरी में प्रार्थना करना चाहिए। ഉണർന്നിരുന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. लेकिन दूसरी बात, जैसे मैं कह चुका हूँ, सचेत हृदय को अधीनगे हृदय को खोना नहीं चाहिए। ആകയാൽ നമ്മുടെ നിർമ്മലമായ ഹൃദയത്തെ ഉണർന്നിരിക്കുന്നതായ ഹൃദയത്തെ നാം വിട്ടുകളയുവാൻ പാടില്ല. जैसे कहा गया यहोवा सिय्योन से गरजेगा, യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ उस समय लिखा आकाश और पृथ्वी यहोवा की गर्ज की आवाज सुन के कम जाएंगे। യഹോവയുടെ ഗർജനത്തിന്റെ ശബ്ദത്താൽ മുഴുഭൂമിയും വിറയ്ക്കുമെന്ന് കാണുന്നു. उस समय लिखा यहोवा हमारे लिए पनाहगार होगा, യഹോവ നമുക്കായി വെളിപ്പെടുമെന്ന് പറയുന്നു. यहोवा हमारे लिए गढ़ होगा, യഹോവ നമുക്കായി വെളിപ്പെട്ടു വരും. यहोवा हमारे लिए सिपने का स्थान होगा। യഹോവ നമുക്കായി മറഞ്ഞിരിക്കുന്ന സങ്കേതമായി കാണപ്പെടും. लेकिन जैसे कहा गया तुम विश्वास में अस्थिर हो के उनका सामना करो। നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനെതിരായി നിൽപ്പീനെന്ന് പറയുന്നു. हम विश्वास में कमजोर नहीं होना चाहिए, നാം വിശ്വാസത്തിൽ ബലഹീനരായി തീരരുത്. विश्वास के सूरवीर विश्वास का खंभा बन के हम जीवन गुजारना നാം चाहिए। വിശ്വാസത്തിൽ ശൂരവീരന്മാരായി ധൈര്യശാലികളായി മുൻപോട്ട് പോകണം. अपनी अजमैसों देख के हम विश्वास में ढिले नहीं होना चाहिए। നമ്മുടെ പരിശോധനകളിൽ വിശ്വാസത്തിൽ നാം ക്ഷീണിച്ചു പോകരുത്. देखिए, विश्वास में स्थिर होके उनका सामना करो। ये बात जानो, तुम्हारे ही भाई संसार में कष्ट उठा रहे हैं। നിങ്ങളുടെ സഹോദരവർഗത്തിന് തന്നെ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ധൈര്യമായി മുന്നേറുവീനെന്ന് പറയുന്നു. कहा गया तुम्हारे भाई ऐसे ही दुख उठा रहे हैं, क्या कष्ट उठा रहे हैं। ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ഇതേ കഷ്ടങ്ങൾ തന്നെ കാണപ്പെടുന്നുണ്ട്. हम उनके लिए क्या करना चाहिए? നാം അവർക്കായി എന്ത് ചെയ്യണം? हम विश्वास में खड़े होकर स्थिर होकर मजबूत होकर उनकी सहायता करना चाहिए, मदद करना चाहिए। നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ഉറച്ചവരായി അവരെ സഹായിക്കുന്നവരായി കാണപ്പെടണം. मरे ही भाई लिखिया संसार में कष्ट उठा रहे हैं, मरे ही भाई संसार में कष्ट उठा रहे हैं। നമ്മുടെ സഹോദരങ്ങൾ തന്നെ സഹോദരവർഗം തന്നെയും ഈ ലോകത്തിൽ കഷ്ടം സഹിക്കുന്നു. लेकिन जैसे कहा गया, हमें ये बात के बारे सचेत किया गया, तुम्हारे भाई संसार में ऐसे ही कष्ट उठा रहे हैं। നിങ്ങളുടെ സഹോദരവർഗം ഈ ലോകത്തിൽ ഇങ്ങനെ തന്നെ കഷ്ടം സഹിക്കുന്നുവെന്നുള്ളതിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാകുന്നു. लेकिन जैसे कहा गया, सचेत रहो। എങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ നാം അതുപോലെ നിർമ്മതരായിരിക്കണം. हम अपने सचेत हृदय की रक्षा करना चाहिए। നമ്മുടെ നിർമ്മതമായ ഹൃദയത്തെ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. हम अपने से दूसरे को बेहतर जानना चाहिए। നമ്മേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം. देखा जाए, प्रभु यीशु मसीह का बहुत ही अद्भुत लाही स्वभाव था। यीशु मसीह का यही स्वभाव था। കർത്താവായ യേശു ക്രിസ്തുവിലും ഇതേ സ്വഭാവം തന്നെ കാണപ്പെട്ടു. और राजों का राजा प्रभुओं का प्रभु फिर भी अपने से दूसरे को बेहतर जाने। അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായിരുന്നിട്ടും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുകയുണ്ടായി. फिर भी उसने दास का स्वरूप धार के ही एक अपने से दूसरे को बेहतर जाने।
दास का स्वरूप तार അവൻ ദാസന്റേതായ സ്വരൂപം പ്രാപിച്ച് തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുകയുണ്ടായി. आप जान दियो प्रभु यीशु मसीह कैसे अपने हृदय को सचेत रखे. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഹൃദയത്തെ താഴ്മയുള്ളതായി നിർമ്മതമായി എങ്ങനെ വെച്ചു എന്നറിയാമോ? सलीब की मौत ताई उसने अपने आप को सचेत रखे. അവൻ കാൽവരിയിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തുകയുണ്ടായി. सलीब की मौत ताई उसने अपने आप को दूसरे को बेहतर जाने. കാൽവരി മരണത്തോളം അവൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണി. सबसे ऊंचा नाम, सबसे उत्तम नाम जो है प्रभु यीशु मसीह को दिया गया. അങ്ങനെ എല്ലാവരെക്കാളും ശ്രേഷ്ഠമായ നാമം യേശുവിന് ലഭിക്കുകയുണ്ടായി. शायद हम सोचते होंगे यीशु मसीह ने संसार में बहुत सारे भले काम किया इसलिए होगा. യേശു ഈ ലോകത്തിൽ അനേക നല്ല പ്രവർത്തികളെ ചെയ്തതിനാൽ എന്ന് നാം ചിന്തിക്കാം. शायद हम सोचे होंगे संसार में प्रभु यीशु ने बहुत सारे रोगियों को चंगा किया इसलिए होगा. പിശാച് ചിന്തിച്ചത് അവൻ ഈ ലോകത്തിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയതിനാൽ അങ്ങനെ സംഭവിച്ചു എന്നായിരിക്കാം. शायद हम सोचते होंगे संसार में रह के प्रभु यीशु मसीह ने बहुत ही भलाई किया इसलिए होगा. ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ അനേക നന്മകളെ ചെയ്തതിനാൽ അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചിരിക്കാം. नहीं, उनका सचेत हृदय अधीनी का हृदय ही है इसलिए सबसे ऊंचा नाम देता गया. എന്നാൽ അങ്ങനെയല്ല, അവന്റെ നിർമ്മതമായ താഴ്മയുടേതായ ഹൃദയം മൂലമായി അങ്ങനെ സംഭവിച്ചു. हमारा हृदय में हम सचेत रहना चाहिए, जाके प्रार्थना करना നമ്മുടെ चाहिए. ഹൃദയത്തിൽ നാം നിർമ്മതരായിരിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. आप पुराने नियम के बारे जानते हो, നാം പഴയ നിയമകാലത്തെ കുറിച്ച് കാണുമ്പോൾ आप संसून के बारे जानते हो. നാം ശിംശോനെ കുറിച്ച് വായിക്കുന്നു. बिना शक न्यायों की किताब में कोई भी राजा नहीं था, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മറ്റു രാജാക്കന്മാർ ആരുമില്ലായിരുന്നു. फिर भी कहा गया समसून और गदौन के बारे कहा गया जो योद्धे थे. എന്നാൽ ശിംശോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, समसून और गदौन के बारे कहा गया बड़े योद्धे थे. ആ ശിംശോനെ കുറിച്ചും കഴുതയെ കുറിച്ചും വളരെ ബലശാലി എന്ന് പറഞ്ഞിരിക്കുന്നു. लेकिन आप ये बात के बारे जानते हो, समसून के सामने एक जवान शेर आके गरज रहा था. അവിടെ ആ ശിംശോന്റെ മുൻപാകെ ഒരു സിംഹം വന്ന് ഗർജിക്കുകയുണ്ടായി. उस समय यहोवा का आत्मा बड़े जोर से आके उसको बल दिया. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടെ അവന്റെ മേലിറങ്ങുകയുണ്ടായി. उसने जवान शेर को ऐसा फाड़ दिया जैसे बकरी के बच्चे को फाड़ देता है. അവനൊരാടിനെ കീറിക്കളയുന്നത് പോലെ സിംഹത്തെ കീറിക്കളയുണ്ടായി. न्यायों की किताब 14 बाब का 5 वचन पढ़िए. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം 5 വാക്യം. तब शिमशोन अपने माता पिता को संग ले तिम्ना को चलकर तिम्ना की दाख की बारी के पास पहुंचा. वहां उसके सामने एक जवान सिंह गरजने लगा. नीचे पढ़िए. तब यहोवा की आत्मा उस पर बल से उतरा और यद्यपि उसके हाथ में कुछ न था तो भी उसने उसको ऐसे फाड़ डाला जैसा कोई बकरी का बच्चा फाड़े. अपना ये काम उसने अपने माता पिता को न बतलाया. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻ കുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. यहाँ देखो बहुत ही अद्भुत काम के बारे कहा गया. ഇവിടെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു. समसून के बारे कहा गया या जवान शेर उसके सामने गरज रहा था. ഒരു ബാലസിംഹം അവനെതിരായി വരുന്നു എന്ന് പറയുന്നു. लेकिन यहोवा का आत्मा बड़े जोर से बड़े बाल से आया और उसने उसको ऐसा फाड़ डाला जैसे बकरी के बच्चे को फाड़ डालते हैं. അപ്പോൾ യഹോവയുടെ ആത്മാവ് വളരെ ശക്തിയോടെ അവന്റെ മേലിറങ്ങുകയും ഒരു ആട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ അവൻ അതിനെ കീറിക്കളയുകയും ചെയ്യുന്നു. देखो यहोवा का आत्मा उस बहुत ही बल से उतर आया. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടെ ഇറങ്ങിയതായി കാണുന്നു. आपको चाहिए अभिषेक पाएं, നാം അഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. आपको चाहिए पवित्र आत्मा का अभिषेक आगे बढ़ते जाएं. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ മുന്നേറി പോകുന്നവരായി നാം കാണപ്പെടണം. समसून के ऊपर आत्मा यहोवा का आत्मा कहाँ आया? യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ वो कहाँ रह के ये बालू को प्राप्त किया? അവൻ എവിടെ നിന്നാകുന്നു ഈ ബലത്തെ പ്രാപിച്ചത്? क्या कहाँ यहोवा का आत्मा उसके ऊपर आके उसको बल बख्शा? എവിടെയാകുന്നു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി അവനെ ബലപ്പെടുത്തിയത്? एक उसके जीवन की खास बात थी, वो दान की सामनी में रह के जीवन गुजार रहा था. दान की सामनी में तंबू में അവൻ കൂടാരത്തിൽ വസിച്ചതായി നാം കാണുന്നു. न्यायों की किताब 13 बाब का 25 वचन पढ़ लिए. ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം. और यहोवा का आत्मा सोरा और इश्ताओल के बीच महानेदान में उसको उभारने लगा. मलयालम में पढ़िए.
ന്യായ 13 बाब का 25 वचन 13:25. സോരയ്ക്കും യെസായേലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. दान की सामने में रह के ही शमशून ने बल प्राप्त किया, क्या अभिषेक पाया. അവൻ ആ കൂടാരത്തിൽ പാർത്ഥവനായി ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ബലത്തെ പ്രാപിക്കുന്നു. दान की सामने में ही आत्मा यहोवा का मंडरा रहा था. അവിടെ ആ കൂടാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങുകയായിരുന്നു. दान की सामने में रह के ही शमशून ने वो बल पा के जवान शेर को ऐसा फाड़ दिया जैसे बकरी के बच्चे को फाड़ दिया. അവിടെ ആ കൂടാരത്തിൽ പാർത്ഥവനായി ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് സിംഹത്തെ അവന്റെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയുന്നു. वर्तमान समय में जैसे शमशून दान की सामने में था, ശിംശോൻ അവിടെ കൂടാരത്തിലായിരുന്നു എന്ന് പറയുന്നത് പോലെ दान की सामने हमारे जीवन के प्रेतों की रफाकत संगति के बारे भी कहा गया. അത് നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നതായ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയെയും ഐക്യത്തെയും കാണിക്കുന്നു. दान की सामने हमारे जीवन के प्रभु की हजूरी के बारे भी कहा അത് गया. നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. दान की सामने हमारे जीवन के प्रार्थना के जीवन के बारे भी कहा गया. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാനുഭവത്തെ അത് കാണിക്കുന്നു. दान की सामने हमारे जीवन के बाढ़ जोड़ने के बारे भी कहा गया. ആ ദാനിന്റേതായ സമൂഹം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു. जैसे शमशून दान की सामने में रह के ही वो यहोवा का आत्मा यानी बल को प्राप्त किया. അവിടെ ദാനിൽ അല്ലെങ്കിൽ കൂടാരത്തിൽ വെച്ച് ശിംശോൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചതുപോലെ यहोवा का हजूरी में जो लोग बाढ़ जोएंगे नए सिरे बल प्राप्त करेंगे. ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നതായ ജനം പുതിയ ബലത്തെ പ്രാപിക്കും. हम वर्तमान समय में नए सिरे बल प्राप्त करना चाहिए. നാം പുതിയ ബലത്തെ പ്രാപിക്കുന്നവരായി ഇപ്പോൾ കാണപ്പെടണം. जैसे ईसाई किताब में कहा गया जो यहोवा की हजूरी में बाढ़ जोएंगे नए सिरे बल प्राप्त करेंगे. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർ പുതിയ ബലത്തെ പ്രാപിക്കുമെന്ന് പറയുന്നത് പോലെ लेकिन लूका का इंजील में ये बात कही गई है, जब तक ऊपर से बल नहीं डाला जाएगा आप खुदा की हजूरी से जुदा नहीं होना चाहिए. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഉയരത്തിൽ നിന്ന് ശക്തിയെ ലഭിക്കുവോളം നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിപ്പീൻ. लेकिन प्रेतों के काम में कहा गया, അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നത് പോലെ जैसे प्रभु यीशु ने कहा यरूशलेम से बाहर ना जाओ, നിങ്ങൾ യെരൂശലേം വിട്ട് പുറപ്പെട്ടു പോകരുതെന്ന് യേശു പറയുകയുണ്ടായി. तक तुम्हारे ऊपर आत्मा ना डाला जाए यरूशलेम को छोड़ के बाहर ना जाए. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർത്ത് കാത്തിരിപ്പീൻ എന്ന് ये പറയുന്നു. बात कही गई है, जब पवित्र आत्मा आएगा आप बड़ी सामर्थ प्राप्त करोगे. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ വലിയൊരു ശക്തിയെ പ്രാപിക്കും. लेकिन ईसाई किताब में कहा गया जब तक ऊपर से आत्मा ना डाला जाएगा आप यरूशलेम को छोड़ के ना जाएं. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിപ്പീൻ എന്ന് പറയുന്നു. आज ये वर्तमान समय में आप सोच लेना चाहिए, हमें चाहिए बल से बल पा के आगे बढ़ते जाएं. നാം ബലത്തിന്മേൽ ബലം പ്രാപിച്ചവരായി ഈ കാലങ്ങളിലായി മുന്നേറുന്നവരായി കാണപ്പെടണം. जैसे शमशून दान की सामी में रह के जीवन गया അവിടെ ആ ദാനിൽ താമസിച്ച് പാർത്ഥവനായി ശിംശോൻ ബലം പ്രാപിച്ചതുപോലെ सामी में रह के उसने बल प्राप्त किया. ആ ദാനിൽ താമസിച്ചവനായി അവൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. सामी में ही यहोवा का आत्मा मंडरा रहा था. അവിടെ ആ ദാനിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുകയായിരുന്നു. ये सच्चाई के बारे आप जान लेना चाहिए, परमेश्वर का वचन कोई कहानी नहीं है. ഇത് സത്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇതൊരു കഥയല്ല. जैसे शमशून दान की सामी में रहा, ആ ദാനിൽ ശിംശോൻ പാർത്തതുപോലെ परमेश्वर का आत्मा बड़े जोर से बड़े बल से उसको ऊपर आया. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടും ബലത്തോടും അവന്റെ മേൽ ഇറങ്ങുകയുണ്ടായി. जवान शेर उसके सामने गरज रहा था, उसने उसको ऐसा फाड़ दिया जैसे बकरी के बच्चों को फाड़ देते അവന്റെ हैं. മുൻപാകെ ഗർജിച്ചതായ ബാലസിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ അവൻ കീറിക്കളയുകയുണ്ടായി. तो खुदा ने उसको कैसे जय दिया, खुदा ने उसको कैसे फतह दी. എങ്ങനെ ദൈവം അവന് ജയത്തെ കൊടുത്തു? कई बार हमारे सामने कई जिम्मेसा आएगी. നമ്മുടെ മുൻപാകെയും അനേക സന്ദർഭങ്ങൾ അങ്ങനെ വന്നിട്ടില്ലയോ? कई बार हम बहुत ही जिम्मेसों के बीच में खड़े होंगे. പലപ്പോഴും നാം അങ്ങനെയുള്ളതായ അനുഭവങ്ങളുടെ മധ്യേ നിന്നിട്ടില്ലയോ? जैसे शमशून ने जवान शेर को फाड़ दिया बकरी के बच्चे की, जैसे वैसे ही खुदा हमें जय देगा. ഒരാട്ടിൻകുട്ടിയെ പോലെ സിംഹത്തെ ശിംശോൻ കീറിക്കളഞ്ഞതുപോലെ തന്നെ ദൈവം നമുക്കായി ജയത്തെ നൽകി തരും. दान के बारे हम जान लेना चाहिए. ആ ദാനിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് जैसे शमशून दान की सामने में रहा, उसकी जो सच्चाई है उसके बारे हम जान लेना चाहिए. ദാനിലുള്ളതായ കൂടാരത്തിൽ ശിംശോൻ പാർത്തതായ സത്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. उत्पत्ति किताब 30 बाब का 6 वचन पढ़िए. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യം. उत्पत्ति 30 का 6 वचन पढ़िए. तब राहेल ने कहा, परमेश्वर ने मेरा न्याय चुकाया और मेरी सुनकर मुझे एक पुत्र दिया, इसलिए उसका नाम दान रखा.
അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ടോ എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. यहाँ 3 बातों के बारे कहा गया. ഇവിടെ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. यहाँ कहा गया यहोवा ने मेरा न्याय चुकाया. യഹോവ എനിക്ക് ന്യായം നടത്തി. हम अपना खुदा की जुरी में न्याय करना चाहिए. നാം ദൈവസന്നിധിയിൽ ന്യായമുള്ളവരായി കാണപ്പെടണം. हमें खुदा ने परखने का न्याय करने का आत्मा दिया होगा. ദൈവം നമുക്ക് ന്യായത്തിന്റേതായ ആത്മാവിനെ തന്നിരിക്കുന്നു. लेकिन जैसे कहा गया रखने कहा यहोवा ने मेरा न्याय चुकाया. റാഹേൽ പറയുന്നത് ദൈവം എനിക്കായി ന്യായം നടത്തി. ये है हम रोज ही प्रभु का हाजुरी में अपना न्याय करना चाहिए, अपने आप को जांचना चाहिए. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും നാം ദൈവത്തിന്റേതായ ന്യായത്തെ നടത്തുന്നവരായിരിക്കണം. यदि हम अपना न्याय करेंगे फिर संसार के साथ हम दोषी ना ठहराए നാം जाएंगे. നമ്മെ തന്നെ ന്യായം വിധിക്കുന്നുവെങ്കിൽ ലോകത്തോടുകൂടെ നാം വിധിക്കപ്പെടുകയില്ല. यदि हम अपना न्याय करेंगे फिर हमें संसार के साथ कोई भी दंड ना मिलेगा. നാം നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ ലോകത്തോടുകൂടെ നാം വിധിക്കപ്പെടുകയില്ല. पहला क्रंथियां 11 बाब का 31 वचन में कहा गया 1 कोरिന്ത്യർ 11 അധ്യായം 31 വാക്യത്തിൽ വായിക്കുന്നത്, यदि हम अपना न्याय करेंगे अपने आप को जांचेंगे संसार के साथ हम दोषी ना ठहराए നാം നമ്മെ जाएंगे. തന്നെ വിധിക്കുന്നവരായിരിക്കുന്നുവെങ്കിൽ ലോകത്തോടുകൂടെ നാം ദോഷം വിധിക്കപ്പെടുകയില്ല. पहला क्रंथियां 11 बाब का നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ ഏർപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. यदि हम अपने आप को जांचते तो दंड न पाते, परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है, इसलिए कि हम संसार के साथ दोषी ना ठहरे. यहाँ देखो कहा गया यदि हम अपने आप को जांचते हम दोषी न ठहराए जाते. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല. संसार के साथ हम दोषी ना ठहराए जाते. നാം ഈ ലോകത്തോടുകൂടെ വിധിക്കപ്പെടുകയില്ല. यहाँ कहा गया यदि प्रभु हमें ताड़ता है हमारा दंड जो है संसार में ही है, लेकिन उस तो बाद हमारे लिए कोई भी दंड नहीं है. ദൈവം നമ്മെ ശിക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ശിക്ഷ ഈ ലോകത്തിൽ മാത്രമായിരിക്കുന്നു. അതിനുശേഷമായി യാതൊരു ശിക്ഷാവിധിയുമില്ല. लेकिन उत्पत्ति किताब में कहा गया यहोवा ने मेरा न्याय चुकाया. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് യഹോവ എനിക്കായി ന്യായം നടത്തി. हम चाहे सेवक हो चाहे विश्वासी हो हम खुद अपना न्याय करना चाहिए. നാം ശുശ്രൂഷകരായിരുന്നാലും വിശ്വാസികളായിരുന്നാലും നമ്മുടെ ന്യായത്തെ നാം നടത്തുന്നവരായിരിക്കണം. यूहन्ना का ये 16 बाब का 8 वचन में कहा गया परमेश्वर ने हमें न्याय का आत्मा दिया है. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 8 വാക്യത്തിൽ ദൈവം നമുക്ക് ന്യായവിധിയുടെ ആത്മാവിനെ തന്നിരിക്കുന്നു എന്ന് പറയുന്നു. पढ़िए. यह आकर संसार को पाप और धार्मिकता और न्याय के विषय में निरुत्तर करेगा. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. यहाँ 3 बातों के बारे कहा गया. ഇവിടെ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. जब पवित्र आत्मा का लिखा संसार को पाप के बारे गैल करेगा. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. जब सच्चाई का आत्मा का लिखा सच्चा न्याय करेगा. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. फिर ये बात कही गई या धार्मिकता के बारे वो कहेगा. അതിനുശേഷമായി നീതിയെക്കുറിച്ചും അത് വെളിപ്പെടുത്തുമെന്ന് പറയുന്നു. हम जो खुदा के लोग क्या हम दूसरे का न्याय नहीं करना चाहिए, अपना न्याय करना चाहिए. ദൈവജനമായിരിക്കുന്നവർ മറ്റുള്ളവരെ ന്യായം വിധിക്കുകയല്ല, തങ്ങളെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. हम जो खुदा के लोग क्या हम दूसरे के बच्चों का न्याय नहीं करना चाहिए, अपने बच्चों का न्याय करना चाहिए. ദൈവജനമായി ദൈവമക്കളായിരിക്കുന്നവർ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ ന്യായം വിധിക്കുകയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. खुदा के लोग क्या हम दूसरे पर दोष नहीं लगाना चाहिए, अपने बारे ही सोचना चाहिए. നാം ദൈവജനമായിരിക്കുന്നവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല, നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നവരായിരിക്കണം. सच्चाई का आत्मा आएगा संसार को पाप के बारे गल करेगा. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ലോകത്തെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും. क्या पवित्र आत्मा हमारी कमियों के बारे हमें गल करता है? പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? क्या पवित्र आत्मा हमारी कमियों के बारे हमें जताता है? പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ടോ? कई बार पवित्र आत्मा हमारे कसूरों को प्रकट करेगा लेकिन हम इकरार नहीं करते. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചാൽ തന്നെയും നാം ഏറ്റുപറയാത്തവരായി കാണപ്പെടുന്നു. कई बार पवित्र आत्मा हमारा न्याय करता है लेकिन हम वो बात को ग्रहण नहीं करते. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ന്യായം വിധിച്ചാലും നാം അതിനെ ഗ്രഹിക്കാത്തവരായിരിക്കുന്നു. यीशु ने कहा दूसरे पर ना दोष लगाए तुम पर भी लगाया जाएगा.
दूसरे पर दोष ना लगाए, तुम पर लगाया जाएगा। നീ മറ്റുള്ളവരെ ദോഷം വിധിക്കുന്നുവെങ്കിൽ നീ വിധിക്കപ്പെടുമെന്ന് പറയുകയുണ്ടായി. यीशु ने कहा जिस पीते के साथ आप दूसरों को नापते हो उसे पीते के साथ आप नापे जाओगे। നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടുമെന്ന് യേശു പറയുകയുണ്ടായി. हम वर्तमान समय में आए हैं, यीशु की आमद के चिन्ह पूरे हो रहे हैं, हम खुद ही अपने आप को न्याय करना चाहिए। നാം ഈ കാലങ്ങളിലായി യേശുവിന്റെ വരവിനോട് അടുത്ത് വന്നിരിക്കിയാൽ നമ്മെ തന്നെ നാം ന്യായം വിധിക്കുന്നവരായിരിക്കണം. क्योंकि जो हमें सच्चाई का आत्मा पवित्र आत्मा मिला है, दूसरों का न्याय नहीं करना, अपने आप को हम जांचना चाहिए। സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കിയാൽ മറ്റുള്ളവരെ നാം ന്യായം വിധിക്കുകയല്ല, നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. राखल ने 3 बात कही थी। അവിടെ റാഹേൽ 3 കാര്യങ്ങൾ പറയുകയുണ്ടായി. परमेश्वर ने मेरा न्याय चुकाया। ദൈവം എന്റെ ന്യായം നടത്തി. दूसरी बात कही है, परमेश्वर ने मेरी आवाज को सुना। രണ്ടാമതായി ദൈവം എന്റെ അപേക്ഷ കേട്ടു. वो प्रार्थना के जीवन के बारे कहा അത് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് പറയുന്നു. यदि आप जाग के प्रार्थना करते हो, आपकी आवाज खुदा सुनेगा। നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. राखल ने कहा परमेश्वर ने मेरी आवाज को सुना, ദൈവം എന്റെ അപേക്ഷ കേട്ടു എന്ന് റാഹേൽ പറയുന്നു. लेकिन परमेश्वर हमारी प्रार्थना की आवाज सुनना चाहिए। ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരായിരിക്കണം. परमेश्वर हमारी हम जब अन्य भाषा बोलते हैं हमारी आवाज सुनना चाहिए। നാം അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നവനായിരിക്കണം. परमेश्वर हमारी आनंद की आवाज सुनना चाहिए, खुशी की आवाज सुनना നമ്മുടെ चाहिए। സന്തോഷത്തിന്റേതായ കാര്യങ്ങളെ ദൈവം കേൾക്കുന്നവനായിരിക്കണം. यदि आप परमेश्वर की जूरी में अन्य भाषा बोलते हो, परमेश्वर आपकी आवाज सुनना चाहिए। നിങ്ങൾ ദൈവസന്നിധിയിൽ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അന്യഭാഷകളെ കേൾക്കുന്നവനായിരിക്കണം. कई बार हम अपने हृदय को कठोर करते हैं। പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ നാം കഠിനമാക്കുന്നു. कई बार हम अपने अन्य भाषा बोलने का जेड़ा अनुभव है वो इस्तेमाल नहीं कर रहे। പലപ്പോഴും അന്യഭാഷകളിൽ സംസാരിക്കുന്ന അനുഭവത്തെ നാം ഉപയോഗിക്കാറേയില്ല. कई बार शायद आप उस समय अन्य भाषा बोला होगा जब पवित्र आत्मा का अभिषेक पाया होगा। പലപ്പോഴും നാം അന്യഭാഷ സംസാരിച്ചവരായി അഭിഷേകം പ്രാപിച്ചവരായിരുന്നിരിക്കാം. उस समय अपना शुरू का जो हमारा तजर्बा उसके बारे कहा गया। ആ സമയത്ത് നമ്മുടെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് ആദ്യ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. शुरू में हम तो गीत भी नहीं गाते, कोई कोर्स भी नहीं गाते, खुद ही अन्य भाषा बोल के खुदा के प्रेम में बढ़ते जाते थे। ആരംഭ നാളുകളിൽ നാം പാട്ട് പാടുന്നവരായിരുന്നില്ല, നാം തന്നെ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെടുമായിരുന്നു. आज हमारी हालत ऐसे हो चुकी है, जाता कोर्स ना गाया जाएगा, ताड़ी ना मारी जाएगी, ड्रम ना बजाया जाएगा, हम अन्य भाषा नहीं बोलते। എന്നാൽ ഇപ്പോൾ നമ്മുടെ അനുഭവം പാട്ട് പാടുന്നില്ല, കരങ്ങൾ അടിക്കുന്നില്ല, ഡ്രം അടിക്കുന്നില്ല എങ്കിൽ അന്യഭാഷകളിൽ സംസാരിപ്പാൻ ആത്മാവിൽ നിറയുവാൻ നമുക്ക് കഴിയുന്നതേ ഇല്ല. आज हमें धक्के लगा लगा के ही सेवादार आगे लेके जाना चाहते हैं। ഇന്ന് നമ്മെ തള്ളിക്കൊണ്ട് ആരാധനയ്ക്കായി ശുശ്രൂഷയ്ക്കായി കടന്നു പോകേണ്ട അനുഭവത്തിലായിരിക്കുന്നു. आप अपने पहले तजर्बे को देखिए, जब आपने विश्वास में आया चाहे निजात प्राप्त की। നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായി വിശ്വാസത്തിലേക്ക് വന്നതായ സമയത്തെ ഒന്ന് ഓർത്തു നോക്കുക. उस समय चाहे आप साइकिल में जा रहे हो, फिर अन्य भाषा बोल के जा रहे ആ हो। സമയത്ത് നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരായിരുന്നാൽ തന്നെയും അന്യഭാഷ സംസാരിച്ചുകൊണ്ടേയിരുന്നു. आप उस समय चाहे खाना भी खा रहे हो, तब अन्य भाषा बोल रहे ആ हो। സമയത്ത് ആഹാരം കഴിക്കുന്നതായ സമയങ്ങളിലും അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. उस समय आपका जीवन खुदा के प्रेम में बहुत ही मगन था। ആ സമയത്ത് നിങ്ങളുടെ ജീവിതം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായിരുന്നു. आज देखा जाए, हमारे लोग को देखे हमारे हृदय में भी बहुत दुख आता है। എന്നാൽ ഇപ്പോൾ നമ്മുടെ ജനങ്ങളെ കണ്ടാൽ നമ്മുടെ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടാകുന്നു. आज हम सोचते हैं कोई बात नहीं, मेरे पास पवित्र आत्मा है, कोई जरूरी थोड़ा है अन्य भाषा बोलना। എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചിരിക്കുന്നു, അന്യഭാഷ പറയേണ്ടത് ആവശ്യമില്ല എന്നാകുന്നു നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. अगर आप अन्य भाषा बोल के प्रार्थना नहीं करते, आप खुदा को प्रेम नहीं करते। നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. खुदा का प्रेम पवित्र आत्मा द्वारा हमारे हृदय में डाला गया। ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. आप जानते ही हो, ज्यादा आप शुरुआत में आपकी निजात का जो तजर्बा आया, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായ സമയങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കുക. मैं सोचता हूँ उस समय हमें ड्रम बजा के भी बोलते बस करो बस करो बस करो, फिर भी नहीं यहाँ बंद होते। ആ സമയങ്ങളിൽ ഡ്രം അടിച്ച് നിങ്ങൾ നിർത്തുക നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ നിർത്തുവാൻ കഴിയാത്ത അനുഭവമായിരുന്നു. आज ड्रम बजा के बोलते आत्मा भरो भरो भरो, नहीं भरते। ആ സമയത്ത് നിർത്തുവാനായി ഡ്രം അടിച്ചാൽ നിർത്തുവാൻ കഴിയുമായിരുന്നില്ല. राखल ने कहा प्रभु ने मेरी आवाज को सुना है। റാഹേൽ പറയുന്നത് ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. राखल ने कहा प्रभु ने मेरा न्याय चुकाया है। ദൈവം എനിക്കായി ന്യായം നടത്തിയെന്ന് റാഹേൽ പറയുന്നു. राखल ने कहा प्रभु ने मुझे एक बेटा बख्शा, उसका नाम दान करके रखा गया। റാഹേൽ പറയുന്നത് ദൈവം എനിക്കൊരു മകനെ ദാനമായി തന്നിരിക്കുന്നു. हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. ऐसे कहा गया
प्रभु ने मेरी आवाज को सुना है। യഹോവ എന്റെ പ്രാർത്ഥന അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ आज हम वर्तमान समय में आते हैं, मसीह दी आमद का समय बहुत निकट है। परमेश्वर हमारी अन्य भाषा की बात सुनना चाहिए। കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോട് ഏറ്റവും അടുത്ത് വന്നവനായിരിക്കുന്ന നമ്മുടെ അന്യഭാഷകളെ ദൈവം കേൾക്കുന്നവനായിരിക്കണം. आज हमारे आत्मा के वरदान काम करना चाहिए। ഇന്ന് നമ്മുടെ ആത്മാവിന്റെ വരങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കണം. हम पहली मोहब्बत, पहले प्यार में आना चाहिए। നാം ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരണം. जैसे राखल ने कहा, प्रभु ने मेरा न्याय चुकाया। ദൈവം എനിക്കായി ന്യായം നടത്തിയെന്ന് റാഹേൽ പറയുന്നത് പോലെ, जैसे राखल ने कहा, प्रभु ने मेरी बात सुना। ദൈവം എന്റെ അപേക്ഷ കേട്ടു എന്ന് റാഹേൽ പറയുന്നത് പോലെ, आज क्या प्रभु आपकी आवाज कब सुनता है? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴാകുന്നു കേൾക്കുന്നത്? क्या प्रार्थना की बात सुनता है? നിങ്ങളുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നുണ്ടോ? कभी कभी याद हमारे सामने कई क्लेश दुख अजमैसा परखा दिया, याद हम रोते हैं, चीका मारते हैं, उस समय हमारी आवाज निकलती है। നമ്മുടെ മുൻപാകെ അനേകവിധമായ പരിശോധനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം നിലവിളിക്കുന്നവരായിരിക്കുമ്പോൾ, അധികമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. याद हम रोते हैं, उस समय हमारी आवाज निकलती है। നാം അധികമായി നിലവിളിക്കുമ്പോൾ നമ്മുടെ ശബ്ദം പുറപ്പെട്ടു വരുന്നു. आज देखा गया कि हमारे हृदय में आनंद की आवाज निकलती है। ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ആസ്വരം കേൾക്കുന്നുണ്ടോ? जैसे राखल ने कहा, प्रभु ने मेरी बात सुना, आपकी आनंद की आवाज प्रभु सुनना चाहिए। ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സന്തോഷത്തിന്റേതായ അനുഭവങ്ങളെ ദൈവം കേൾക്കണം. आप जब आनंद से भरते हो, आनंद के गीत गाते हो, उस समय प्रभु हमारी आवाज को सुनना ആ चाहिए। സന്തോഷത്താൽ നിറയപ്പെടുമ്പോൾ, സന്തോഷത്തിന്റേതായ പാട്ടുകൾ പാടുമ്പോൾ ദൈവം നമ്മുടെ ശബ്ദത്തെ കേൾക്കണം. लेकिन तीसरी बात कही गई है, प्रभु ने मुझे पुत्र दिया। ദൈവം എനിക്കായി ഒരു മകനെ തന്നു എന്ന് പറയുന്നു. पुत्र के बारे जान लेना चाहिए। മകനെ കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. इब्रानिया की किताब 3 बाब 5 वचन में कहा गया। എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, इब्रानिया 3 बाब का 5 वचन पढ़िए। मूसा तो परमेश्वर के सारे घर में सेवक के समान विश्वास योग्य रहा कि जिन बातों का वर्णन होने वाला था उनकी गवाही दे। नीचे पढ़ो। परंतु मसीह पुत्र के समान परमेश्वर के घर का अधिकारी है और उसका घर हम हैं, यदि हम साहस पर और अपनी आशा के घमंड पर अंत तक दृढ़ता से स्थिर रहे। അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. यहाँ एक पुत्र के बारे और एक सेवक के बारे कहा गया। ഇവിടെ ഒരു പുത്രനെ കുറിച്ചും ഒരു ശുശ്രൂഷയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. एक दास के बारे और पुत्र के बारे कहा ഒരു गया। ദാസനെ കുറിച്ചും ഒരു പുത്രനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. दोनों के बीच में क्या अंतर होता है? രണ്ടുപേരുടെയും മധ്യത്തിൽ എന്താകുന്നു വ്യത്യാസം കാണപ്പെടുന്നത്? दास और पुत्र के बीच में क्या अंतर होता है? ഒരു ദാസന്റെയും പുത്രന്റെയും മധ്യത്തിൽ വ്യത്യാസം എന്താകുന്നു? कोई भी बोलिए। ആരെങ്കിലും പറയുക. मूसा परमेश्वर के घर में दास के समान विश्वास योग रह के जीवन गुजारा। മോശ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വിശ്വസ്തനായ ഒരു ദാസനെ പോലെ ഭൃത്യനായി കാണപ്പെട്ടു. लेकिन जो मसीह यीशुआ पुत्र के समान परमेश्वर के घर में था। എന്നാൽ ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ പുത്രനായിരുന്നു. पुत्र और दास के बीच में जो अंतर है वो क्या चीज है? ഭൃത്യന്റെയും പുത്രന്റെയും മധ്യത്തിലുള്ള വ്യത്യാസം എന്തായിരിക്കുന്നു? आप पुत्र हो चाहे दास हो। നിങ്ങൾ പുത്രനായിരിക്കുന്നുവോ അതോ ദാസനായിരിക്കുന്നുവോ? हाँ जी। हाँ, देखो पापा जी ने कहा मैं पुत्र हूँ। ഞാൻ പുത്രൻ എന്ന് പിതാവ് പറയുകയുണ്ടായി. आप दास नहीं है, आप पुत्र है। നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ പുത്രന്മാരായിരിക്കുന്നു. पुत्र और दास के बीच में बहुत फर्क है। ഒരു ഭൃത്യന്റെയും ഒരു പുത്രന്റെയും മധ്യത്തിൽ വ്യത്യാസമുണ്ട്. दास जो है फॉर्मेलिटी पूरा करेगा, पुत्र जो है जिम्मेवारी को पूरा करेगा। അവിടെ ആ ഭൃത്യൻ എന്നുള്ളവൻ അവൻ അവിടെ പ്രവൃത്തികളെ ചെയ്യുന്നുവെങ്കിലും പുത്രനോ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. दास अपना फर्जदा पूरा करके बैठ जाएगा। അവിടെ ദാസൻ തന്റേതായ പ്രവൃത്തികളെ നിവർത്തിക്കുന്നവനായിരിക്കുന്നു. काम होए चाहे ना होए, അവിടെ പ്രവൃത്തികൾ ജോലികൾ നടന്നാലും ഇല്ലായെങ്കിലും जो पुत्र फर्जदा नहीं करेगा, अपने काम को पूरा करेगा। എന്നാൽ പുത്രനോ ഉത്തരവാദിത്വത്തോടുകൂടെ തന്റെ ജോലിയെ നിവർത്തിക്കും. मैं छोटी सी उदाहरण देता हूँ। ഞാൻ ഉദാഹരണമായി പറയട്ടെ. हाँ, यदि आप दास को भेजेंगे कहीं मार्केट में भेजेंगे कोई चीज लेके आ, നിങ്ങളൊരു ദാസനെ ഒരു ഭൃത്യനെ ഒരു മാർക്കറ്റിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങുവാൻ പറഞ്ഞയച്ചാൽ वो ज्ञात है मार्केट में, लेकिन फर्जदा करके वापस आएगा। അവൻ അവിടെ ആ മാർക്കറ്റിൽ ചെന്ന് അത് വാങ്ങി തിരിച്ചു വരും. अगर उसको नहीं मिला एक दुकान में जाके वापस आएगा। അവനൊരു പക്ഷേ അത് ലഭിച്ചില്ല എങ്കിൽ പോയതുപോലെ അവൻ മടങ്ങി വരും. लेकिन आप पुत्र को भेजेंगे, वो उसकी खोज करके ढूंढ के
हर एक दुकान में जाके ढूंढेगा ढूंढेगा लेके आएगा। എന്നാൽ പുത്രനെ അയച്ചാലോ അവൻ അവിടെ ചെന്ന് അത് തിരഞ്ഞ് തിരഞ്ഞ് കണ്ടുപിടിച്ച് അത് വാങ്ങിക്കൊണ്ടുവരും. इसलिए पुत्र और दास के बीच में जो फर्क है, अंतर है, उसके बारे हम जानना चाहिए। അവിടെ ആ പുത്രന്റെയും ദാസന്റെയും തമ്മിലുള്ളതായ വ്യത്യാസം നാം മനസ്സിലാക്കണം. दास को बार बार ही काम के बारे कहा जाएगा, ദാസന് ഒരു പ്രവൃത്തിയെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞാലും, लेकिन जो पुत्र है उसको बार बार कहने की जरूरत नहीं है। എന്നാൽ ഒരു പുത്രനായിരിക്കുന്നവനോട് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. हम खुदा के घर में पुत्र के समान रहना ആ चाहिए। ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രന്മാരായി കാണപ്പെടണം. हम कलीसिया में पुत्र के समान रहना चाहिए। നാം സഭയിൽ പുത്രന്മാരായി കാണപ്പെടണം. लेकिन पुत्र का जो तजर्बा है उसके बारे में आप जानना चाहिए। പുത്രന്റേതായ അനുഭവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നവരായി അറിവുള്ളവരായിരിക്കണം. हम खुदा के घर में दास के रूप में नहीं रहना നാം चाहिए। ദൈവത്തിന്റെ ആലയത്തിൽ ഭവനത്തിൽ ദാസന്മാരായി കാണപ്പെടരുത്. हम कलीसिया में दास के रूप में नहीं रहना ആ चाहिए। സഭയിൽ ദാസന്മാരായി ഭൃത്യന്മാരായി കാണപ്പെടരുത്. हम परमेश्वर के पुत्र के समान रहना चाहिए। നാം ദൈവത്തിന്റെ പുത്രന്മാരായി കാണപ്പെടണം. राखल ने कहा परमेश्वर ने मुझे पुत्र दिया। റാഹേൽ പറഞ്ഞത് ദൈവം എനിക്കൊരു മകനെ തന്നിരിക്കുന്നു. दूसरी बात जो है पुत्र के बारे कहा गया, मकासवादी किताब 21वां 7 वचन पढ़िए, प्रकाश का वाक्य। വെളിപ്പാട് പുസ്തകം 21 അധ്യായം 7 വാക്യത്തിൽ प्रकाश का वाक्य 21 का 7 वचन। जो जय पाए वही इन वस्तुओं का वारिस होगा और मैं उसका परमेश्वर होऊंगा और वो मेरा पुत्र होगा। ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. पुत्र का दूसरा अर्थ है जय जीवन। പുത്രൻ അല്ലെങ്കിൽ മകൻ എന്നുള്ളതിന്റെ മറ്റൊരർത്ഥം ജയജീവിതം. जय जीवन तो बिना हम उठाए नहीं जाएंगे। जय जीवन तो बिना हम उठाए नहीं जाएंगे। ജയജീവിതമില്ലായെങ്കിൽ നാം എടുത്തുകൊള്ളപ്പെടുകയില്ല. यहाँ देखो कहा गया, जो जय प्राप्त करेगा सारी वस्तुओं का अधिकारी होगा, जय प्राप्त करेगा। ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി ലഭിക്കുമെന്ന് പറയുന്നു. फिर एक बार पढ़िए, ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. जो जय पाए वही इन वस्तुओं का वारिस होगा और मैं उसका परमेश्वर होऊंगा और वो मेरा पुत्र होगा। पुत्र का अर्थ है जय जीवन, चाहे फतह का जीवन। മകൻ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ളതർത്ഥം ജയജീവിതം എന്നായിരിക്കുന്നു. यीशु दी आमद के ठहर जाना हमें जय जीवन चाहिए। യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ജയജീവിതം നമുക്ക് ആവശ്യമായിരിക്കുന്നു. आसन पर ठहर जाना हमें जय जीवन चाहिए। നാം അവകാശം പ്രാപിക്കേണ്ടതിനായി ജയജീവിതം നമുക്ക് ആവശ്യമായിരിക്കുന്നു. जो जय पाएगा सारे वस्तुओं का अधिकारी होगा। ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. मैं उनका परमेश्वर होगा, मेरा पुत्र होएगा। അവൻ എനിക്ക് പുത്രനായി ഞാൻ അവന് ദൈവമായിരിക്കും. दूसरी बात है पुत्र का ये बात कही गई है जय जीवन के बारे। ജയജീവിതത്തെ കുറിച്ച് പുത്രനെ കുറിച്ച് ജയജീവിതത്തെ കുറിച്ച് പറയുന്നു. लेकिन ना ये बात भी कही गई है पुत्र जो है दुख उठा उठा के हलीमी और आज्ञाकारी का जीवन सीखता है। പുത്രൻ താഴ്മയുള്ളവനായി അവൻ ജയജീവിതത്തെ പഠിക്കുകയുണ്ടായി. पुत्र जो है आज्ञाकार और हलीमी के बारे भी कहा गया। പുത്രൻ എന്നുള്ളത് അനുസരണത്തെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും പറയുന്നു. अबरानिया 5 बाब का 8 वचन पढ़िए। എബ്രായർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 8 വാക്യം. पुत्र अबरानिया होने पर भी उसने दुख उठा कर आज्ञा माननी सीखी। പുത്രനെങ്കിലും ഞാൻ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ. पुत्र होने पर भी लिखा दुख उठा उठा के आज्ञा माननी सीखी। പുത്രനായിരുന്നിട്ടും അവൻ കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ചു എന്ന് കാണുന്നു. पुत्र होने पर भी दुख उठा उठा के आज्ञा मान के हलीमी सीखी। പുത്രനായിരുന്നിട്ടും അവൻ കഷ്ടം സഹിച്ച് അനുസരണം പഠിക്കുകയുണ്ടായി. लेकिन जो हम वचन पढ़ चुके हैं, ये रखल ने कहा परमेश्वर ने मुझे पुत्र दिया। അവിടെ രാഹേലിന് ദൈവം എനിക്കായി ഒരു മകനെ തന്നു എന്ന് പറയുന്നു. उसका मतलब परमेश्वर ने मुझे जय जीवन दिया। അതിന്റെ അർത്ഥം ദൈവം എനിക്കായി ജയജീവിതം തന്നു. उसका मतलब परमेश्वर ने मेरी हारों को फतह में बदल दिया। അതിന്റെ അർത്ഥം ദൈവം എന്റെ പരാജയങ്ങളെ ജയമാക്കി മാറ്റി. पुत्र जो है जय जीवन है, पुत्र जो है हारों को फतह में बदल देगा। പുത്രൻ ജയജീവിതമായി പരാജയങ്ങളെ വിജയമാക്കി മാറ്റുന്നവനായിരിക്കുന്നു. तुम्हारे जीवन से कई हम हारों का सामना किया होगा। നമ്മുടെ ജീവിതത്തിൽ അനേക പരാജയങ്ങളെ നാം അഭിമുഖീകരിച്ചിരിക്കാം. 37 साल का शुरू में लेकर अभी तक हमारे जीवन से कई प्रकार की हारों का मुंह हम देखा होगा। ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയും അനേക പരിശോധനകൾ പരാജയങ്ങളെ നാം അഭിമുഖീകരിച്ചിരിക്കാം. लेकिन पुत्र जो है सारियां हारों में जय जीवन, चाहे हारों को फतह में बदल देना। എന്നാൽ പുത്രനായിരിക്കും
ആയിരിക്കുന്നവനോ എല്ലാ പരാജയങ്ങളെയും ജയമായി മാറ്റുന്നവനായിരിക്കുന്നു. तो अपने अजमैसों को देख के हम हार के होएंगे. നമ്മുടെ പരിശോധനകളെ നോക്കി നാം പരാജിതരായി തീർന്നിരിക്കാം. शायद तुम्हारे सामने जो परखों के बीच में अजमैसों में खड़े हम देख के बेकल होके बेदल के हार के होएंगे. നാം നമ്മുടെ മുൻപാകെ കാണപ്പെടുന്നതായ പരിശോധനകളെ പരാജയങ്ങളെ ഓർത്ത് നാം അധൈര്യപ്പെട്ടവരായി തീരാം. आप विश्वास करो आपका सब कुछ पता में बदल जाएगा. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പരാജയങ്ങളെ ജയമാക്കി അവൻ മാറ്റും. आप विश्वास करो आपका सब कुछ जय जीवन में बदल जाएगा. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സകല പരാജയങ്ങളും ജയജീവിതമായി മാറ്റപ്പെടും. आप अपने हारों को स्मरण ना करें. നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ ഓർക്കേണ്ട. आप अपने जीवन से अपनी कमजोरियों को स्मरण ना करें. നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ നിങ്ങൾ ഓർക്കേണ്ട. आप अपने जीवन से अपनी गलतियों को देख के परेशान ना होएं. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടേണ്ട. मैं एक छोटी सी उदाहरण देता हूँ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. एक बारी एक प्रचारक ने ये बात कही. ഒരിക്കൽ ഒരു പ്രസംഗകൻ ഇങ്ങനെ പറയുകയുണ്ടായി, आप एक चिपली के बारे जानते ही हो. നിങ്ങൾ പല്ലിയെ കുറിച്ച് അറിയാം, आप उसको जानते ही हो. നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുന്നു. आप जानते उसका बदन इतना कमजोर होता है यहाँ से पकड़ोगे टूट जाएगा. അതിന്റെ ആ ശരീരം എന്നുള്ളത് വളരെ ബലഹീനമായി തൊട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. वो बहुत ही कमजोर होता है. അത് വളരെ ബലഹീനതയായിരിക്കുന്നു. अगर आप उसकी पूंछ से पकड़ेंगे टूट जाएगा. അതിന്റെ വാലിൽ പിടിച്ചാൽ അതിന്റെ വാൽ തന്നെ മുറിഞ്ഞു പോകും. अगर आप उसकी पूंछ को पकड़ेंगे वो टूट जाएगा. അമ്മ അതിന്റെ വാലിൽ പിടിച്ചാൽ അത് മുറിഞ്ഞു പോകും. अगर वो अपनी पूंछ को देख के रोती रहेगा मेरी पूंछ टूट गई या क्या फिर वो आगे जाएगा? അതിന്റെ വാല് മുറിഞ്ഞുപോയി എന്നത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് മുൻപോട്ട് പോകുവാൻ കഴിയുമോ? अगर अपनी पूंछ को देख के ही वो बैठी रहेगा क्या आगे जाएगा? അതിന്റെ വാലെ നോക്കി അതങ്ങനെ ഇരുന്നാൽ പിന്നെ അതിന് മുൻപോട്ട് പോകുവാൻ കഴിയുമോ? आप अपनी कमजोरियों को देख के बेकल नहीं होना. നിങ്ങളുടെ ബലഹീനതകളെ ഓർത്ത് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. आपका सारा को जय में खुदा बदलेगा. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും ജയമായി മാറ്റപ്പെടാം. अगर चिपकली की तरह हम देखते रहेंगे फिर क्या मसीह के प्रेम में हम आगे बढ़ेंगे? നാം ഒരു പല്ലിയെ പോലെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ യേശുവിന്റെ സ്നേഹത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുമോ? या फिर हम मसीह की आमद की आशा में आगे बढ़ेंगे? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് നിറയപ്പെടുവാൻ या കഴിയുമോ? फिर रूहानी जीवन के बेहतरी तौर पे हम आगे बढ़ेंगे? ജീവിതത്തിന്റേതായ മുന്നേറിയ അനുഭവത്തിൽ മുന്നേറുവാൻ നമുക്ക് കഴിയുമോ? जय जीवन राखल ने कहा परमेश्वर ने मुझे पुत्र दिया है. റാഹേൽ പറയുന്നത് ദൈവം എനിക്കൊരു മകനെ തന്നിരിക്കുന്നു. वो है सारा को जय में बदल जाना. അതേ പരാജയങ്ങൾ ജയമായി മാറ്റപ്പെടണം. लेकिन पुत्र जो है हमारे जीवन के फतह के बारे कहा മകൻ എന്നുള്ളത് പുത്രൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ജയത്തെ കാണിക്കുന്നു. क्या पाएगा वो सारी वस्तुओं का अधिकारी होगा. ജയിക്കുന്നവൻ സകലത്തെയും അവകാശമാക്കും. लेकिन ये भी कहा गया वो मेरा पुत्र होगा मैं उसका परमेश्वर होऊंगा. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന്റെ ദൈവവുമായിരിക്കുമെന്ന് പറയുന്നു. आप घुटना पर बैठ जाइए. आप घुटना पर बैठ जाइए. മുഴുകാലുകളെ മടക്കാം. आप अपनी आंखें बंद कर लीजिए. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. आप देखिए जैसे राखल ने कहा प्रभु ने मेरी आवाज को सुना है. റാഹേലിന്റെ ദൈവന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ अभी आपकी आवाज प्रभु सुनना चाहिए. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. आपकी आवाज प्रभु सुनना चाहिए. നിങ്ങളുടെ അപേക്ഷ ദൈവം കേൾക്കണം. पता की आवाज प्रभु सुनना चाहिए. നിങ്ങളുടെ ജയത്തെക്കുറിച്ച് അവൻ കേൾക്കണം. आनंद की आवाज प्रभु सुनना നിങ്ങളുടെ चाहिए. സന്തോഷത്തെക്കുറിച്ച് അവൻ കേൾക്കണം. आने भाषा की आवाज प्रभु सुनना നിങ്ങളുടെ चाहिए. അന്യഭാഷയുടെ ശബ്ദം അവൻ കേൾക്കണം. आपकी खुशी की आवाज प्रभु सुनना നിങ്ങളുടെ चाहिए. സന്തോഷത്തിന്റെ ശബ്ദത്തെ അവൻ കേൾക്കണം. आखिर की तरह आप कहें प्रभु मेरी आवाज सुनना चाहिए. അതേ പരിശുദ്ധാത്മാവിന്റേതായ അനുഭവങ്ങളെ ദൈവം കേൾക്കണം. शायद हो सकता है अभी तक अपने अपनी अन्य भाषा खोई होगा. ഒരുപക്ഷേ നാം അന്യഭാഷയുടെ അനുഭവത്തെ നഷ്ടമാക്കിയിരിക്കാം. शायद आप परमेश्वर के दिए हुए सारे वरदानों को भी खोया होगा. ഒരുപക്ഷേ ദൈവം തന്നതായ വരങ്ങളെ നഷ്ടമാക്കിയിരിക്കാം. आप हो सकता परमेश्वर के प्रेम से जुदा हो गए हो. ഒരുപക്ഷേ ദൈവസ്നേഹത്തെ വിട്ട് നിങ്ങൾ അന്യമായി പോയിരിക്കാം. आपका सारा कुछ जय में बदल जाएगा. എന്നാൽ നിങ്ങളുടെ നഷ്ടങ്ങളെയൊക്കെയും അവൻ ജയമായി മാറ്റും. आपका सारा कुछ जय में बदल जाएगा. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ജയമായി മാറ്റപ്പെടും. आप अपना देना हाथ उठाइए. നിങ്ങളുടെ വലം കരത്തെ ഉയർത്തുക. जैसे राखल ने कहा प्रभु ने मेरी आवाज को सुना. റാഹേൽ പറഞ്ഞതുപോലെ ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. आवाज प्रभु सुनना चाहिए. നിങ്ങളുടെ അപേക്ഷ ദൈവം കേൾക്കണം. आपकी आवाज प्रभु सुनना चाहिए. നിങ്ങളുടെ ശബ്ദത്തെ അവൻ കേൾക്കണം. आपकी अन्य भाषा की आवाज प्रभु सुनना നിങ്ങളുടെ चाहिए. അന്യഭാഷയുടെ ശബ്ദത്തെ അവൻ കേൾക്കണം.
കേൾക്കണം. आपको आनंद की आवाज प्रभु सुनना चाहिए. സന്തോഷത്തിന്റെ അനുഭവത്തെ അവൻ കേൾക്കണം. परमेश्वर के प्रेम की आवाज परमेश्वर सुनना चाहिए. സ്നേഹത്തിന്റെ അനുഭവത്തെ അവൻ കേൾക്കണം. आपकी दुहाई प्रभु सुनना चाहिए. പ്രാർത്ഥനകളെ അവൻ കേൾക്കണം. यदि आप दुहाई देंगे प्रभु आपकी बात सुनेगा. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിലവിളിച്ചാൽ അവൻ നിങ്ങളുടെ ശബ്ദത്തെ കേൾക്കും. राखने का है प्रभु ने मेरी बात को सुना. റാഹേൽ പറഞ്ഞതുപോലെ ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. मुझे क्या जीवन दिया. ദൈവം എനിക്ക് ജീവിതം തന്നിരിക്കുന്നു. मुझे पुत्र दिया. ദൈവം എനിക്കായി പുത്രനെ തന്നിരിക്കുന്നു. आपके जीवन के क्या जीवन है. നമ്മുടെ ജീവിതം ജയജീവിതമാകണം. आपका क्या जीवन है. നമ്മുടെ ജയജീവിതമായി आप कमजोरियों पर विश्वास न करें. നിങ്ങൾ ബലഹീനതകളിൽ വിശ്വസിക്കരുത്. आप अपनी गिरावटों पर विश्वास न करें. आपकी गिरावट पर विश्वास न करें. നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. शायद हो सकता आपके जीवन से गिरावट आई हो. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിരിക്കാം. शायद हो सकता आपके जीवन से कमजोरी आई हो. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നിരിക്കാം. शायद हो सकता परमेश्वर के प्रेम के जुदा हो गए हो. ഒരുപക്ഷേ ആദ്യ സ്നേഹം നിങ്ങൾ വേർപെട്ടിരിക്കാം. यदि प्रभु आपकी बात सुनेगा. എന്നാൽ ദൈവം നിങ്ങളുടെ അപേക്ഷ കേട്ടാൽ जैसे राखल ने कहा प्रभु ने मेरी बात को सुना. റാഹേൽ പറഞ്ഞതുപോലെ ദൈവം എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. मुझे पुत्र दिया. അവൻ എനിക്ക് പുത്രനെ मुझे തന്നിരിക്കുന്നു. क्या जीवन दिया. എനിക്ക് ജയജീവിതം തന്നിരിക്കുന്നു. सबको जय में बदल जाएगा. നിങ്ങളെല്ലാം ജയമായി മാറ്റപ്പെടും. जय को अब जय यीशु. ताड़ी मार के गाइए. ताड़ी मार നിങ്ങൾ അടിച്ചു പാടുക. को अब खून में यीशु के प्यारो जय ललकारो. यीशु के प्यारो जय ललकारो. ऐसे पाके ऐसे पाके जय है खोया भैया खून में यीशु. हालेलुया हालेलुया. हम अंत के दिनों में आते हैं. हमें जय जीवंत बिना उठाए नहीं जाएंगे. നാം അന്ത്യകാലങ്ങളിൽ വന്നിരിക്കയാൽ ജയജീവിതമില്ലാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയില്ല. जय जीवंत बिना हम सारे वस्तु का अधिकारी नहीं होएंगे. ജയിക്കുന്നില്ല എങ്കിൽ നാം സകലത്തിനും അധികാരികളായി തീരുകയില്ല. के प्रिय बच्चों हमें जय जीवन चाहिए. ദൈവത്തിന്റെ പ്രിയജനമേ, നമുക്ക് ജയജീവിതം ആവശ്യമായിരിക്കുന്നു. कला बला कला बला कला बला कला बला कला बला कला Thank you.
चिंता ना करें, आप फिक्र ना करें, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, आप फिक्र ना करें, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, आप फिक्र ना करें। നിങ്ങൾ അധൈര്യപ്പെടേണ്ട. आपको खुदा जय जीवन दे रहा है, നിങ്ങൾക്ക് ദൈവം ജീവിതത്തെ തന്നിരിക്കുന്നു. आप फिक्र ना करें। നിങ്ങൾ അധൈര്യപ്പെടേണ്ട. आप अपनी बीमारियों को देख के फिक्र ना करें, നിങ്ങളുടെ രോഗത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. आपको सारी बीमारी में जा देगा। നിങ്ങളുടെ എല്ലാ രോഗത്തിനുമേലും അവൻ ഭയത്തെ തന്നിരിക്കുന്നു. मैसों को देख के फिक्र ना करें, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. मैसों को देख के फिक्र ना करें। നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് അധൈര്യപ്പെടേണ്ട. आपको सबको जय में बदल जाएगा, നിങ്ങളുടെ എല്ലാം ജയമായി മാറ്റപ്പെടുന്നു. आपकी बीमारी जय में बदल जाएगा, നിങ്ങളുടെ രോഗം അത് മാറ്റപ്പെടുന്നു. कमजोरी जय में बदल जाएगा, നിങ്ങളുടെ ബലഹീനത ജയമായി മാറ്റപ്പെടുന്നു. जय में बदल जाएगा, आपकी हारें जय में बदल നിങ്ങളുടെ जाएगा। പരാജയങ്ങൾ ജയമായി മാറ്റപ്പെടുന്നു. परमेश्वर आपका आवाज सुनना चाहिए, ദൈവം നിങ്ങളുടെ അപേക്ഷ കേൾക്കണം. परमेश्वर आपकी आवाज सुनना चाहिए, ദൈവം നിങ്ങളുടെ ശബ്ദത്തെ കേൾക്കണം. आपकी आवाज सुनना चाहिए, നിങ്ങളുടെ അപേക്ഷ അവൻ കേൾക്കണം. आपकी आवाज सुनना चाहिए। സന്തോഷത്തിന്റെ കാര്യങ്ങൾ കേൾക്കണം. कला बोला कला बोला कला बोला कला बोला कला बली कला कला बोला कला बोला कला बोली बोला हालेलुया हालेलुया हालेलुया। जीवत जीवत मेरा सोडाने वाला संगे नहीं है, संगे नहीं है, इसमें कोई गाइए गाइए सब लोग गाइए। जीवत जीवत मेरा सोडाने वाला जीवत संगे नहीं है, संगे नहीं है, इसमें कोई संगे नहीं है। जीवत जीवत मेरा सोडाने वाला जीवित कला बला कला बला कला हालेलुया। कला बला कला बला कला बला कला बला हालेलुया 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 हालेलुया। कला बला कला Jesus, 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 hallelujah, hallelujah, hallelujah. നീ വളരെ അധൈര്യത്തോടെ എന്റെ സന്നിധിയിൽ കടന്നു വരികയുണ്ടായി. വളരെ നിരാശയോടെ എന്റെ സന്നിധിയിൽ കടന്നു വന്നു. बड़ी निराशा के साथ तू मेरे उपस्थिति में आया। അയ്യോ, എന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്ന് നനച്ച് നീ എന്റെ സന്നിധിയിലേക്ക് വന്നു. मुझे छुड़ाने के लिए कोई भी नहीं, ऐसी हालत में तू मेरे सम्मुख में बैठा था। എന്നാൽ ഞാൻ നിന്നെ ദൂരമേ കണ്ടിരുന്നു. लेकिन मैंने तुझे दूर से देखा है। ഞാൻ നിന്റെ നിലവിളിയെ കേട്ടിരുന്നു. तेरी पुकार को मैंने सुना है। ആകയാൽ എന്റെ കരത്തെ ഞാൻ നീട്ടി. इसलिए मैंने अपने भुजा को बढ़ाया है। എന്റെ സന്നിധിയെ നിനക്ക് മനസ്സിലാക്കി തരേണ്ടതിനായി എന്റെ കരത്തെ ഞാൻ നീട്ടി നിന്റെ മേൽ വച്ചു. मेरे उपस्थिति को तुझे महसूस कराने के लिए अपनी हाथों को तेरे ऊपर मैंने रखा है। ഞാനിപ്പോൾ നിന്നെ വിടുവിച്ചിരിക്കുന്നു. अब मैंने तुझे छुड़ाया है। നിനക്കിനി അധൈര്യമില്ല. अब तुझे निराशा नहीं। നീ ദുഃഖിക്കേണ്ട. तू खेदित न हो। നീ എന്റെ സന്നിധിയിൽ സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളുക. मेरे सम्मुख में तू हर्ष और उल्लास के साथ നീ എന്റെ സന്നിധിയിൽ സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളുക. मेरे सम्मुख में खुशी के साथ तू रह। നീ എന്റെ സന്നിധിയിൽ സന്തോഷിച്ചുല്ലസിച്ചു കൊള്ളുക. मेरे सम्मुख में खुशी के साथ तू रह। നീ ഒരു നിമിഷം ഇരിക്കുന്നതായ സ്ഥലത്തെ ഒന്ന് മറക്കുക. अपने बैठे हुए स्थान को एक लम्हा के लिए तू भूल जा। നീ ഇരിക്കുന്നതായ സ്ഥലം എന്റെ സന്നിധിയായി ഇരിക്കുന്നതിനാൽ നീ മറ്റുള്ള കാര്യങ്ങളെ മറക്കുക. तू जिस उपस्थिति में बैठा है, जहाँ बैठा है, मेरा सम्मुख होने के कारण बाकी बातों को तू भूल जा। ഞാൻ നിന്റെ അഗ്നിയാൽ നിന്നെ നിറയ്ക്കട്ടെ. मैं तुझे अपनी आंख से भरने दे। ഞാൻ നിന്റെ അഗ്നിയാൽ നിന്നെ തൊടട്ടെ. मैं अपनी आंख से तुझे छूने दे। ഞാൻ നിന്റെ അഗ്നിയാൽ നിന്നെ തൊടട്ടെ. मैं अपनी आंख से तुझे छूने दे। നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. तू शांति के साथ वापस നീ लौट जा। സമാധാനത്തോടെ മടങ്ങി പോയിക്കൊള്ളുക. शांति के साथ तू वापस लौट
लौट जा। എന്റെ കരം നിന്റെ മേൽ ഞാൻ വച്ചിരിക്കുന്നു. मेरी हाथ को मैंने तेरे ऊपर रखा നീ है. എന്റെ കരത്തിൻ കീഴെ താണിരിക്കാം. मेरे हाथों के नीचे तू बना रहे. നീ എന്റെ കരത്തിൻ കീഴെ താണിരിക്കാം. मेरे हाथों के नीचे तू बना रहे. ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. मैं उचित समय पर तुझे ऊंचा നീ करूंगा. ദുഃഖിക്കേണ്ട, तू दुखित न നീ हो, നിരാശപ്പെടേണ്ട. तू निराश न हो. ഇതത്രേ എന്റെ സന്നിധി, ओ यही मेरा उपस्थिति है. ഇതത്രേ എന്റെ സന്നിധി, यही मेरी उपस्थिति है. ഇതത്രേ എന്റെ സന്നിധി. यही मेरी उपस्थिति है. നീ സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക. और शांति के साथ लौट जा. ओ कला बला जीवित है मेरा छुड़ाने वाला, जीवित है, संदेह नहीं है, संदेह नहीं है, इसमें कोई संदेह नहीं है। जीवत है मेरा छुड़ाने वाला, जीवित है, संदेह नहीं है, संदेह नहीं है, इसमें कोई संदेह नहीं है। खुशी मनाएंगे हम, खुशी मनाएंगे हम, सारे दुख मुसीबत होएंगे खत्म, क्योंकि उसके साथी साथ हम सब शामिल होएंगे। हालेलुया सदा गाएंगे, क्योंकि उसके साथी साथ हम सब शामिल होएंगे। हालेलुया सदा गाएंगे, खुशी मनाएंगे हम, खुशी मनाएंगे हम, सारे दुख मुसीबत होएंगे खत्म, क्योंकि उसके साथी साथ हम सब शामिल होएंगे। हालेलुया सदा गाएंगे, क्योंकि उसके साथी साथ हम सब शामिल होएंगे। हालेलुया सदा गाएंगे, क्योंकि उसके साथी साथ हम सब शामिल होएंगे। हालेलुया सदा गाएंगे, हालेलुया तारीफ करें। तेज जलाओ, तेज जलाओ, तेज जलाओ। परमेश्वर ने हमारी आराधना का बोझ उठाया, बरकत दी। तारीफ करें। നമ്മുടെ ആരാധനയുടെ ഭാരം ഏറ്റെടുത്ത് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. तेज जलाओ। वायदे के अनुसार हमारे बीच में आया। വാഗ്ദത്ത പ്രകാരം അവൻ നമ്മുടെ മധ്യയെ കടന്നു വന്നു. परमेश्वर का वायदा, मैं तुझे लगातार ले चलूंगा। ദൈവത്തിന്റെ വാഗ്ദത്തം എല്ലായ്പ്പോഴും ഞാൻ നിന്നെ നടത്തുമെന്നാകുന്നു. मैं तुम्हारे प्राण को तृप्त करूंगा। ഞാൻ നിന്റെ പ്രാണനെ തൃപ്തരാക്കും. मैं तुम्हारी हड्डियों को हरा भरा करूंगा। ഞാൻ നിന്റെ അസ്ഥികളെ പച്ചയായി തഴച്ചതാക്കി और മാറ്റും. तो सिंजी हुई बाड़ी के समान होगा। നീ നനഞ്ഞതായ തോട്ടം പോലെയായിരിക്കും. परमेश्वर ने हमें चलाया, परमेश्वर ने हमारे प्राण को तृप्त किया, परमेश्वर ने हमारी हड्डियों को हरा भरा किया, परमेश्वर ने हमें सिंजी हुई बाड़ी के समान बदल दिया। तारीफ कर। ദൈവം നമ്മെ നടത്തുകയുണ്ടായി. അവൻ നമ്മുടെ അസ്ഥികളെ പുഷ്ടി പ്രാപിച്ച് അവൻ നമ്മെ നനഞ്ഞതായ തോട്ടം പോലെ അവൻ നമ്മെ നടത്തുന്നവനായിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. तेज जलाओ, तेज जलाओ, तेज जलाओ, तेज जलाओ, तेज जलाओ, तेज जलाओ।
परमेश्वर ने हमारे गीतों की सेवा, गवाही की सेवा को बरकत दी, तारीफ कर। ദൈവം നമ്മുടെ പാട്ടുകളെയും സാക്ഷ്യങ്ങളെയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. पेजला 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 पेजला। परमेश्वर ने हमारी वचन दी सेवा को बरकत दी, तारीफ कर। ദൈവം നമ്മുടെ വചന ശുശ്രൂഷയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. पेजला पेजला पेजला। जो हमें चाहिए खुदा ने हमारी जीवन का भक्ति के लिए दिया, तारीफ करे। ഇത് നമുക്ക് ആവശ്യമായതൊക്കെയും ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നൽകി തന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. पेजला 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 पेजला। वचन में कहा गया, जो जा पाएगा मेरे साथ मेरे सिंहासन पर बैठेगा। ജയിക്കുന്നവൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. जयवंत लोग को लाने के लिए प्रभु यीशु मसीह बहुत जल्दी आ रहा, तारीफ करे। ജയവാളികളെ ചേർക്കേണ്ടതിനായി യേശു വളരെ വേഗം വെളിപ്പെടുവാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യാം. पेजला 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 पेजला। हमारा जिंदा आसमानी बाप, हम तेरे धन्यवाद करते प्रभु। खुदावंदा वायदा के अनुसार सुबह कब तूने हमारा मध्य में आया, इसलिए हम धन्यवाद करते। हम जब से यहाँ पर आए तब से लेकर तेरा आत्मा हमारा बीच में मंडलाते रहा, इसलिए हम धन्यवाद करते। सारे सामर्था जलाल के साथ हमारा बीच में आकर हम हर एक को तूने जिलाया, इसलिए हम धन्यवाद करते प्रभु। एक बड़ी जागृति हमारा बीच में तूने उंडेला, इसलिए हम धन्यवाद करते। कहीं खुदावंदा हम सब लोग राहेल का समान, कहीं दुख, कहीं बोझ, कहीं बीमार, कहीं खुदा पराजय के साथ तेरा हुजूर में आए प्रभु। लेकिन हमारा दिल को जानने वाला परमेश्वर होकर हमारे एक को खुदावंद मेरे के साथ तूने बात किया, इसलिए हम धन्यवाद करते। जैसे उस राहेल के न्याय को तूने चुकाया, जैसे उसको प्रार्थना को तूने सुना, उसको एक पुत्र दिया, वैसे ही सुबह को कभी खुदावंद तेरे हुजूर में आए हमारे एक को न्याय को तूने चुकाया, इसलिए हम धन्यवाद करते। हमारा प्रार्थना को तूने सुना, इसलिए हम धन्यवाद करते प्रभु। एक जय जीवन में दिया, इसलिए हम शुक्र करते। खुदावंद हमेशा तेरे हुजूर में प्रार्थना करने वाले होकर, अन्य भाषा बोलने वाले, तेरे स्तुति करने वाले होकर दिखाई देने के लिए हम सब लोगों को तू सहायता करने के लिए हम प्रार्थना करते। सबसे बढ़कर आखिरी दिन में हम आ चुके प्रभु। खुदावंदा शैतान हमारा चारों ओर गरजने वाले सिंह के समान हमें फाड़ डालने के लिए घूमता है करके हमें पड़ा है प्रभु। इन दिनों में सचेत रहने के लिए, जागते हुए रहने के लिए तो मेरे को तू सहायता करने के लिए हम प्रार्थना करते प्रभु। एक निर्मल हृदय हमारे एक को देने के लिए हम प्रार्थना करते। उसके लिए इन दिनों में हमने हमसे बढ़कर दूसरे लोगों को खुदावंदा अच्छा समझने के लिए हमारे को तू सहायता करने के लिए हम प्रार्थना करते। एक बड़ी दीनता हमारा जीवन में देने के लिए हम प्रार्थना करते। दूसरों को प्रेम करने के लिए, दूसरों को माफ करने वाले होकर दिखाई देने के लिए तू सहायता कर प्रभु। साथ ही साथ प्रार्थना का आत्मा तू हमें दे, जागते हुए प्रार्थना करने के लिए, हमारा विरोधी शैतान को जय पाने के लिए हमारे को तू सहायता करने के लिए हम प्रार्थना करते प्रभु। खुदावंद सिमसोन के समान जैसे उनको ऊपर पर में यहोवा का बल आया, तब उन्होंने उस सिंह को खुदावंद उन्होंने फाड़ डाला, वैसे हमारा जीवन में उस पवित्र आत्मा का सामर्थ्य हमेशा काम करने के लिए, उसके द्वारा हमारा विरोध आने वाले सारे शैतान को ऊपर हम जय पाने के लिए हमारे को तू सहायता करने के लिए हम प्रार्थना करते प्रभु। तूने हमें दिए हुए सारे वचन के लिए हम धन्यवाद करते। सुना हुआ वचन के अनुसार एक जय जीवन बिताने के लिए हमारे को तू सहायता करने के लिए हम प्रार्थना करते। पिछले दिनों में आए हुए कोई भी पराजय, कोई भी हरावट हमारा जीवन में खुदावंद आगे न आने के लिए तो हमें विशेष फसल और अभिषेक देकर हमें जय के साथ चलाने के लिए हम प्रार्थना करते। पूरा कलीसिया को तेरे हाथ में सौंप देते। तेरे हुजूर में आए हुए सबको खुदावंद इन दिनों में एक नया अभिषेक देकर जय के साथ तू चला दे। जय बंद लोगों को ले जाने के लिए तू बहुत जल्दी आने वाला करके हम सुनते, हम जानते प्रभु। इसलिए जब तू आएंगे तब हम भी तेरे साथ उस बादलों पर उठा लिया जाने के लिए, तेरे साथ राज्य करने के लिए हमारे को तू सहायता करने के लिए हम प्रार्थना करते। बाकी समय पूरा हमारा साथ रहे। संडे स्कूल बच्चों को एग्जामिनेशन सब तू बोझ उठा के आशीष कर। हमारा आत्मा प्राण शरीर के तेरे हाथ में सौंप देते, पवित्र करके तेरे आंकड़े में तैयार कर। सब कुछ यीशु मसीह के नाम से मांगते, सुनो और ग्रहण कर। आमीन। तारीफ करें। तेजला 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 तेजला। प्रभु यीशु मसीह का फजल, पिता परमेश्वर का प्रेम, पवित्र आत्मा की संगत असल के मसीह आमद तक होती रहे। आमीन। हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ.